ഓഫ് സ്പിൻ ബോളേഴ്സിന്റെ വേരിയേഷൻ ആയിട്ടുള്ള ടോപ്പ് സ്പിൻ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് എറിയാമെന്നാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ഹായ്, ഇന്ന് ഡേ 30 ആണ്. ഇന്ന് നമ്മൾ ലാസ്റ്റ് കുറച്ച് ദിവസങ്ങളായിട്ട് ചെയ്തു വന്നിരുന്ന ഒരു സീരീസിന്റെ ലാസ്റ്റ് ഡേ ആണ് ഇന്ന്. സോ ഇന്ന് 30ാമത്തെ ദിവസം നമ്മൾ ഇന്ന് ഫോക്കസ് ചെയ്യാൻ പോകുന്നത് ഓഫ് സ്പിൻ ബോളേഴ്സിന്റെ ഒരു വേരിയേഷൻ ആയിട്ടുള്ള ടോപ്പ് സ്പിൻ ആണ്. അതിൽ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഗ്രിപ്പാണ്. ഗ്രിപ്പ് നമ്മൾ ഓഫ് സ്പിന്നറിന്റെ സെയിം ഗ്രിപ്പ് തന്നെയാണ് നമ്മൾ ടോപ്പ് സ്പിൻ എറിയാനായിട്ടും യൂസ് ചെയ്യുന്നത്. ബോൾ റിലീസ് ചെയ്യുന്ന സമയത്ത് സീമിന്റെ പൊസിഷനിൽ ഒരു ചേഞ്ച് ഉണ്ട്. നമ്മൾ ഓഫ് സ്പിന്ന് ബോൾ എറിയുന്ന സമയത്ത് നമ്മൾ പറഞ്ഞത് ലെഗ് സ്ലിപ്പിലേക്കാണ് സീമിന്റെ പൊസിഷൻ ഫേസ് ചെയ്യുക എന്നുള്ളതാണ്. പക്ഷേ ടോപ്പ് സ്പിൻ എറിയുമ്പം ടുവേഴ്സ് ദ ബാറ്ററിന് നേരെ ആയിരിക്കും നമ്മുടെ സ്വിമിന്റെ പൊസിഷൻ വരുന്നത് ടോപ്പ് സ്പിൻ എറിയുമ്പോൾ. അതിന്റെ കൂടെ തന്നെ ബോൾ റിലീസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഇൻഡെക്സ് ഫിംഗർ നമ്മൾ ബോളിന്റെ ടോപ്പിലൂടെ ഫ്രണ്ടിലേക്ക് പുഷ് ചെയ്തിട്ട് വേണം നമ്മൾ ടോപ്പ് സ്പിൻ എറിയാനായിട്ട്. എന്നാൽ മാത്രമാണ് നമുക്ക് ടോപ്പ് സ്പിൻ കറക്റ്റായിട്ട് നമുക്ക് എറിയാനായിട്ട് പറ്റുള്ളൂ. ടോപ്പ് സ്പിൻ എറിയുന്ന സമയത്ത് ബോൾ സീമിൽ ആണ് ബോൾ ഗ്രൗണ്ടിൽ പിച്ച് ചെയ്യുക. സോ ഒരു എക്സ്ട്രാ ബൗൺസ് നമുക്ക് ഈ ബോളിങ്ങിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ലാസ്റ്റ് വീഡിയോയിൽ ഓഫ് സ്പിൻ നോക്കിയപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു ബോൾ റിലീസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഹാൻഡ് ഹെഡിനോട് ക്ലോസ് ആയിട്ട് വേണം റിലീസ് ചെയ്യാൻ എന്നുള്ളത്. പക്ഷേ ടോപ്പ് സ്പിൻ എറിയുമ്പോൾ എപ്പോഴും സ്ലൈറ്റ്ലി ഒന്ന് ഹെവി ആയിട്ട് നമ്മൾ റിലീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ല രീതിയിൽ നമുക്ക് ടോപ്പ് സ്പിൻ എറിയാൻ പറ്റുന്നതാണ്. സോ ഇത്രയും പോയിന്റ്സ് ആണ് ടോപ്പ് സ്പിൻ എറിയുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത്. സോ നിങ്ങളൊരു ഓഫ് സ്പിന്നർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ പോയിന്റ്സ് എല്ലാം ശ്രദ്ധിച്ച് ടോപ്പ് സ്പിൻ ഒന്ന് എറിഞ്ഞ് നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് എന്താണ് ഫീൽ ചെയ്യണമെന്നുള്ളത് നിങ്ങൾക്ക് എന്നെ അറിയിക്കാവുന്നതാണ്. സോ അപ്പോൾ അത്രേ ഉള്ളൂ. സോ അടുത്ത ദിവസം അടുത്തൊരു വീഡിയോയുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. ബൈ.